Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രോൺസ് ടെമ്പുറയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് എരിവോട് കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെയിലിൻ്റെ ആ പോർഷൻ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ആ തോടൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിലേക്ക് ഉപ്പും എരിവും പിടിക്കാനും പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ചുരുണ്ടു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇതിനെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം തണുത്ത വെള്ളം ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് ഈ മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദമാവും കോൺഫ്ലോറും ആണ് ചേർക്കുന്നത്. മൈദാമാവ് ഒരു 1/4 കപ്പോളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂണും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ 1/4 കപ്പ് മൈദാമാവ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ചേർത്താൽ മതി. ഒരുപാടായി പോകരുത്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ പ്രോൺസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു മൈദയുടെ കൂട്ടുണ്ടാക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കാം. ഇതിലേക്കിനി കുറച്ച് മുളകിൻ്റെ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട. ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് കൊടുക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ ഓരോന്നും എടുത്തിട്ട് ആദ്യം മൈദയുടെ കൂട്ടിൽ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ മാവിൻ്റെ ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഈ മൈദയുടെ കൂട്ടിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഓരോ ചെമ്മീനും എടുത്തിട്ട് ഈ മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം.
ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5-6 മിനിറ്റൊക്കെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഹാർഡായി പോവും ചെമ്മീൻ. അതുകൊണ്ട് ഒരു 6 മിനിറ്റ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്